ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളവെടുത്താലോ? അപ്പോൾ ഇതാ കുറേയധികം ചീരകൾ നിൽപ്പുണ്ട്. അതെല്ലാം നമുക്ക് വിളവെടുക്കേണ്ട സമയമായി. അതുപോലെ തന്നെ തക്കാളിയുണ്ട്. പക്ഷേ നമ്മൾ തക്കാളി ഇപ്പോൾ പറിക്കണില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല, അത് കുറച്ചുകൂടെ ആവട്ടെ. അപ്പോൾ ഇതാ ഇഷ്ടം പോലെ മുളക് നന്നായിട്ട് വിളഞ്ഞ് നിൽപ്പുണ്ട്. അതും കൂടെ നമുക്ക് പറിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല മുളകാണ്, നന്നായിട്ട് വിളഞ്ഞ് നല്ല നീളമുള്ള മുളകുകൾ തന്നെയാണ്, നല്ല എരിവും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പറിച്ച് കറി വയ്ക്കാത്തിട്ടായിരുന്നു. അപ്പം നല്ല മുളകാണ് കേട്ടോ, കണ്ടില്ലേ, നല്ല നീളമുള്ള നല്ല മുളകുകളാണ്. അപ്പം നമുക്ക് ഉള്ള മുളകെല്ലാം ഇതേപോലെ പറിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ തട്ടിക്കൂട്ട് പന്തലിനകത്തുള്ള 2-3 പാവയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ, വിളഞ്ഞ്. അത് പറിക്കാം. ആദ്യം ഉണ്ടായ പാവയ്ക്ക പഴുത്ത് പോയി കേട്ടോ, അത് പറിക്കാൻ പറ്റിയില്ല, ഒരെണ്ണമായിട്ട് എന്ത് ആവാനാണ്, അതുകൊണ്ട് അത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെന്ന് നോക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നീറുണ്ടായിരുന്നു, അതിൽ നിറച്ച് നീറായിരുന്നു കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണമെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അതും കൂടെ അങ്ങ് പറിച്ചെടുക്കാം. കുഞ്ഞിൻ്റെ ദേഹത്ത് വീഴാതെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കണ്ടില്ലേ, മഴ പെയ്തപ്പോൾ വെള്ളവും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കവറിനകത്ത്. അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതും പറിച്ചെടുക്കുന്നുണ്ട്. ആകെ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതും ചെറിയ പാവയ്ക്കാണ്. ചെറിയ പാവയ്ക്കാകുമ്പോൾ കയ്പ്പ് കുറവായിരിക്കും. കണ്ടില്ലേ, നല്ല അടിപൊളി പാവയ്ക്കാണ് കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഉള്ള ചീരയും കൂടി ഒന്ന് പറിച്ചെടുത്തേക്കാം. അത്യാവശ്യം മൂക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ചെറുതനൊക്കെ പൂവ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം പറിച്ചു. മാനസൊക്കെ വരുവായിരുന്നെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ് കേട്ടോ, പക്ഷെ അവർ വന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ പറിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ നാളത്തെ കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള 2-3 വഴുതനങ്ങ കൂടി പറിച്ച് എടുക്കാം. മുറ്റത്ത് നന്നായിട്ട് വഴുതനങ്ങ കായ്ച്ചിട്ടുണ്ട്. എല്ലാ തവണയും കായ്ക്കുന്ന അത്രയും കായ്ച്ചിട്ടില്ല. ഇപ്പോൾ 2 വർഷത്തോളം ആയി ഇതിവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അതും കൂടെ പറിച്ചെടുത്തു. അപ്പോൾ ഇത്രയും വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരടുക്കളത്തോട്ടത്തിൽ നിന്ന് ഒരു നേരത്തെ കറിക്കെങ്കിൽ അത്രയാട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.